1984 ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയെ രാത്രി റോഡ് സൈഡിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ സ്വന്തം കാറിൽ ലിഫ്റ്റ് കൊടുത്ത് കാറിൽ കയറ്റിക്കൊണ്ടുപോയി കാറിലിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്ന് ആ കാറ് കത്തിച്ച് വലിയ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത് ആ കുറ്റം ചെയ്യുന്നത് ഈ സുകുമാരക്കുറുപ്പ് അബുദാബിയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ആ കമ്പനിയിൽ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മരിച്ചതായി റെക്കോർഡുണ്ടാക്കണം. അതിനുവേണ്ടി മാത്രം ഒരു നിരപരാധിയായ പാവപ്പെട്ട ചാക്കോയെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ, സെക്കൻഡ് ഷോ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുമ്പോൾ, അന്നൊന്നും റോട്ടിൽ ഇന്നത്തെ മാതിരി ധാരാളം ബസ്സുകളില്ല, ചിലപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ഒരു ബസ് വരിക. ആ ബസ്സിനെയും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ യാദൃശ്ചികമായി അതിൽ കൂടി ഒരു കാറ് വരുന്നു. ആ കാറ് പെട്ടെന്ന് നിർത്തി ലിഫ്റ്റ് കൊടുക്കുന്നു. ചാക്കോ സന്തോഷിച്ച് കാറിൽ കയറുന്നു. കാരണം വേഗത്തിൽ ഭാര്യയും മകനും വീട്ടിൽ കാത്തിരിക്കുകയാണ്. പ്രഗ്നൻ്റായ ഭാര്യ കാത്തിരിക്കുകയാണ്. മകൻ പിന്നീടാണ് ഉണ്ടാകുന്നത്. ആ ഭാര്യയുടെ അടുത്തേക്ക് വേഗത്തിൽ എത്താമെന്ന പ്രതീക്ഷയിൽ ആ കാറിൽ കയറുന്നു. പക്ഷേ പിന്നീടുണ്ടാകുന്ന ആ ദാരുണമായ സംഭവം കേരള ജനത തന്നെ അന്ന് ഞെട്ടിത്തരിച്ചതാണ്. സ്വന്തം ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാവം നിരപരാധിയെ കഴുത്ത് ഞെരുക്കി കൊന്ന് കാറിലിരുത്തി ആ കാറ് തന്നെ കത്തിച്ച് മരണ റെക്കോർഡുണ്ടാക്കിയ ആ വിദ്വാനാണ് സുകുമാരക്കുറുപ്പ്. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 2-ാം ദിവസം ആലുവായിൽ ഒരു ഹോട്ടലിൽ ഇദ്ദേഹം താമസിച്ചത് പോലീസിന് വിവരം കിട്ടുന്നു. പോലീസ് അവിടെ ഓടിയെത്തുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് എസ്കേപ്ഡ് ആയിരുന്നു. ഇതൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ആ സുകുമാരക്കുറുപ്പ് വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറിയാണോ കഥയാണോ ഉള്ളതാണോ ഒന്നും പറയാൻ പറ്റില്ല. കേൾക്കുമ്പോൾ ഉള്ളതായി നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ഈ കഥ പൊന്തി വരുമ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് പിടികിട്ടാ പുള്ളികളെ കാണാതായി പോകുന്ന ഒരുപാട് കേസുകൾ പോലീസിൻ്റെ ഫയലുകളിൽ ഇപ്പോഴും കിടക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ചില ആത്മാർത്ഥതയുള്ള പുതിയ ഓഫീസർമാർ വരുമ്പോൾ ആ ഫയലുകൾ പൊടി തട്ടിയെടുത്ത് പഠിച്ച് അതിന് തീരുമാനമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട്. ഇത് ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത പിടികൂട്ടാപ്പുള്ളിയാണ്. ഇവിടെ കാണാതായ, അതായത് സ്വന്തം വീട്ടിൽ പലതരം പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരുപാട് മനുഷ്യരുടെ ഫയലുകൾ, അതായത് പോലീസിൽ കംപ്ലൈൻറ്റ് കിട്ടും, പോലീസ് അത് അന്വേഷിക്കും, ആ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യും, വീട്ടുകാരോടൊരു മറുപടി പറയണ്ടേ, അപ്പോൾ ആ ഫയൽ അവിടെ ഇരിക്കും. അങ്ങനെ ഒരുപാട് ഫയലുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ്. അത് മുഴുവൻ ഇത്തരം കൊലപാതകങ്ങളോ കള്ളത്തരങ്ങളോ കൊള്ളയോ ഒന്നും ചെയ്തതല്ല. വീട്ടിലെ എന്തെങ്കിലും നിസ്സാര കാര്യത്തിൻ്റെ മുകളിൽ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെ കാണാതാകുമ്പോൾ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും കൂടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കും. ചിലപ്പോൾ TV-യിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്. എന്നാലൊന്നും ഇതിനുത്തരം ചിലപ്പോൾ കണ്ടു എന്ന് വരാൻ ദുർലഭമാണ്, കാണാറില്ല. അത്തരം ഫയലുകൾ തന്നെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ക്രിമിനലായി കാണാപ്പുള്ളിയായി കിടക്കുന്ന ഒരു കേസാണ് സുകുമാരക്കുറുപ്പ്. ഒരു വലിയ ക്രിമിനൽ ചെയ്തിട്ടാണ് മുങ്ങി നടക്കുന്നത്. അന്ന് ആ ആലുവായിൽ
താമസിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി ഓടി, അവിടെ നിന്ന് മുങ്ങി. ഇപ്പോൾ അതിൻ്റെ അന്നത്തെ കാലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില പോലീസുകാരും ചില നാട്ടുകാരും ഒക്കെ ഇന്ന് അതിൻ്റെ ചില കഥകൾ പറയുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചിരിക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ, കേരളത്തിൽ നടന്ന പല കാര്യങ്ങളും എടുത്തു പറയണമെന്ന് തോന്നുകയാണ്. നോക്കൂ, കേരളത്തിൽ പല തരത്തിലുള്ള ഇത്തരം വളരെ ഫേമസായ ക്രിമിനൽ കേസുകൾ അടങ്ങിയ ഫയലുകൾ ഇന്ന് കേരള പോലീസിൻ്റെ ഹിസ്റ്ററിയിലുണ്ട്. ഒന്നും തന്നെ, ചിലത് FIR ഉണ്ടാക്കിയാലും ശരിയായ ശിക്ഷ കൊടുക്കാതെ ആ കേസുകൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഞാൻ പറയട്ടെ, അഭയ കേസ്, പിന്നെ രാജൻ കേസ്, അങ്ങനെ കുറേ കേസുകൾ നമുക്ക് കാണാൻ പറ്റും. പെരുമ്പാവൂർ കേസ്, അല്ലെങ്കിൽ ഏതാണ് അപ്പുറത്തൊരു കേസും കൂടി ഉണ്ടല്ലോ, ഈ ഷൊർണൂർ കേസ്, സൗമ്യ വധക്കേസ്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ചില കേസുകളെല്ലാം വിധിച്ചിട്ടുണ്ട്, ജീവപര്യന്തം കൊടുത്ത് ജയിലിലാക്കിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഇപ്പോൾ അടുത്ത് നമ്മുടെ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു മിടുക്കിയായ ജൂനിയർ ഡോക്ടറെ തന്നെ ഒരു സർക്കാർ ഡിസ്പെൻസറി, കൊട്ടാരക്കര സർക്കാർ ഡിസ്പെൻസറിയിൽ വെച്ച് മയക്കുമരുന്ന് അടിച്ചു വന്ന ഒരു വിദ്വാൻ ഒരു ചെറിയ കത്തിരിക കൊണ്ട് കുത്തിക്കൊന്നു എന്നാണ് ആ കേസ്. അത് രസമുണ്ട്. ഈ ഡോക്ടറുടെ ഒപ്പം നേഴ്സുണ്ട്, മറ്റേ കമ്പൗണ്ടറുണ്ട്, ഒക്കെ ഉണ്ട്, അവരെ വാതിലിൻ്റെ അപ്പുറത്തുണ്ട്. ഇന്നും ആ കേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. മയക്കുമരുന്ന് അടിച്ചു വന്ന ഒരുത്തൻ ഈ ചെറിയ ഒരു സിസർ ഉപയോഗിച്ച് ഈ ഒരു ജൂനിയർ ഡോക്ടറെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നിലവിളിക്കില്ലേ? എവിടെ പോയി അപ്പുറത്ത് നിൽക്കുന്ന വർക്കേഴ്സ്, ഒപ്പം ജോലി ചെയ്യുന്ന നേഴ്സും കമ്പൗണ്ടറും ഒക്കെ അപ്പുറത്തുണ്ട്. ആരും അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് അത്ഭുതം തന്നെയാണ്. ഇന്നും അതിന് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. ആ ക്രിമിനൽ കേസിൽ ജയിലിൽ പോയ വ്യക്തിയെക്കുറിച്ച് ഇന്നൊരു ലേഖനം ഒരു ഇതിൽ ഞാൻ കണ്ടു. വളരെ സുന്ദരനായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ നിയമങ്ങളും ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥരും ഇവിടെ ഇത്തരം കേസുകളെല്ലാം ഇല്ലാതാക്കാൻ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ്. സുകുമാരക്കുറുപ്പ് ആലുവ ലോഡ്ജിൽ നിന്ന് മുങ്ങിയത് തന്നെ ഇതിനുള്ളൊരു ഉത്തരമാണ്. ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഓരോരുത്തരും വന്ന് TV-യിലും മറ്റും പറയുകയാണ്, അന്ന് ഈ ചാക്കോയെ വധിച്ച് 3-ാം ദിവസം ഈ പറയുന്ന സ്ഥലത്ത് നിന്നും സുകുമാരക്കുറുപ്പ് സ്ഥലം വിട്ടത് ഒരു മന്ത്രിയുടെ കാറിലാണെന്നാണ് പറയുന്നത്. അന്ന് ആരാണ് ഭരിച്ചത് എന്ന് ഇവിടുത്തെ ആർക്കും നിസ്സാരമായി കാണാൻ പറ്റും. ഇവിടെ ഇത്തരത്തിലുള്ള എല്ലാ കൊലപാതകങ്ങളും എസ്കേപ്പായി, ഒത്തുതീർപ്പായി ഒരു ലെവലിൽ അത് കൊണ്ട് ഒതുക്കുമ്പോൾ അന്നൊക്കെ ആരാണ് ഇവിടെ ഭരണത്തിൽ ഇരുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പെരുമ്പാവൂർ കൊല, ഒരാളെ ശിക്ഷിച്ച് ജയിലിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഷൊർണൂർ സൗമ്യ വധം, ഒരു കൈയില്ലാത്ത ഒരു പൊന്നുച്ചാമിയെ അവിടെ ജയിലിലിട്ടിട്ടുണ്ട്. അതിൽ രസമുണ്ട്. ഈ ചാമിക്ക് കോടതിയിൽ കേസ് വിസ്തരിച്ചതിന് ശേഷം ഫയലുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവപര്യന്തം ശിക്ഷ വിധിച്ച ജഡ്ജിയുടെ ജീവചരിത്ര കുറിപ്പായിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം പറ്റുമെങ്കിൽ എടുത്തു വായിക്കുക. അദ്ദേഹം അതിൽ പറയുകയാണ്, ഈ കൊലപാതകം ആ ജഡ്ജിനെ, ആ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന കൈയില്ലാത്ത ഒറ്റക്കൈനായ ചാമിയെ കണ്ടപ്പോൾ അത് അദ്ദേഹമല്ല ചെയ്തതെന്ന് ജഡ്ജിന് 100% അറിയാമായിരുന്നു. പക്ഷേ തെളിവുകൾ മുന്നിൽ നിരത്തി വെച്ചത് നോക്കിയിട്ടേ വിധി പറയാൻ പറ്റുള്ളൂ.
അതിൻ്റെ പ്രകാരം ആ വിധി പറഞ്ഞു. ഒറ്റ കൈനും രണ്ട് കൈനും ആരോഗ്യമുള്ള ഒരു മനുഷ്യനും തമ്മിൽ പൊരുതിയൽ ആരാണ് ഇവിടെ വിജയിക്കുക എന്ന് തന്നെ അതിൻ്റെ സൂചന ആ ജഡ്ജി തരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇത് തന്നെയായിരുന്നു പെരുമ്പാവൂരിലെ കേസും. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് യഥാർത്ഥ കുറ്റവാളിയല്ല എന്ന് ആ നാട്ടിൽ പകൽ പോലെ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ഒരു മന്ത്രിയുടെ കാറിൽ കയറിപ്പോയി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന് ഒരു അത്ഭുതവും ആരും കാണണ്ട. ഈ കഥകളൊക്കെ നടക്കുമ്പോൾ അഭയ കേസ്, അങ്ങനെ ഫ്രാങ്കോ അച്ഛൻ്റെ കേസ്, അങ്ങനെ കുറേ കേസുകൾ കേരളത്തിലുണ്ട്. ഈ കേസുകളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരാളെ എടുത്ത് പറയാൻ താല്പര്യമില്ല എനിക്ക്. പക്ഷെ ജനങ്ങൾ പറ്റുമെങ്കിൽ ഈ പ്രസിദ്ധമായ ക്രിമിനൽ കേസുകൾ കുറ്റങ്ങളും നടന്ന കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്നത് ആരാണ്? ശരിയായ കുറ്റവാളികളെ പിടിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തിനു പറയുന്നു? നമ്മൾ കണ്ടതല്ലേ, CPMൻ്റെ നേതാവ് TP ചന്ദ്രശേഖരനെ 52 വെട്ടി. അത് അന്വേഷിച്ച സമയത്ത് ഇവിടെ ആരാണ് ഭരിച്ചത്? എന്തുകൊണ്ടത് ശരിയായി അന്വേഷണം മുന്നോട്ട് പോയില്ല? ഭരിക്കുന്നവർ അതിന് ഉത്തരം പറയണം. ഞാൻ ഒരു പാർട്ടിയെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ നടന്ന പലതരത്തിലുള്ള ഇത്തരം ക്രിമിനൽ കേസുകളെല്ലാം തന്നെ ഒതുക്കി മധ്യസ്ഥം നിന്ന് അവസാനിപ്പിച്ച ഒരു ഭരണം ഇവിടെ സ്ഥിരമായിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരികയാണ്. ക്രിമിനൽ കേസുകൾ മാറ്റൂ, ചാരായ കേസുകൾ, വിഷമദ്യം കൊണ്ടുവന്ന് വിറ്റ് ഒരുപാട് പാവം മനുഷ്യരുടെ കണ്ണുപോയി, ജീവൻ പോയി. അന്നും ഇവിടെ ഭരിച്ചിരുന്നത് ആരാണ്? കുറ്റം ചെയ്തവരെ മുഴുവനായി പിടിക്കാൻ ആ ഭരണകൂടം തയ്യാറായിട്ടുണ്ടോ? കുറ്റവാളികളെ മന്ത്രിമാർ തന്നെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഒളിപ്പിച്ച കഥകൾ ഇറങ്ങിയ സിനിമ തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച കുറ്റവാളിയുടെ സിനിമ തന്നെ ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആരും ഇത് കളിക്കരുതെന്നും ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിയുടെ ആ യുണൈറ്റഡ് ഗ്രൂപ്പ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഒതുക്കിയിട്ടുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങൾ ഒതുക്കിയിട്ടുണ്ട്, ഒരുപാട് മറ്റ് കഥകളും ഇവിടെ ഒതുങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, സുകുമാരക്കുറുപ്പ് 1984 ചാക്കോയെ വധിച്ച് മുങ്ങുമ്പോൾ, മന്ത്രിയുടെ കാറിൽ കയറി മുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് ആൾമോസ്റ്റ് 38 ആ നിലയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് 1984 ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു 80 എന്തായാലും കാണും. ഒരു 80 ആയ ഒരാളുടെ ചിത്രമായിട്ടാണോ ഇപ്പോൾ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ചിത്രങ്ങളുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, അന്വേഷണത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ പൈസ ദുരുപയോഗം ചെയ്യാനും ദൂർത്തടിക്കാനും ഉള്ളതല്ല. ഇനി സുകുമാരക്കുറുപ്പ് ജോൺ മേനോൻ എന്ന അപരനാമത്തിൽ ബ്രൂണൈ എന്ന രാജ്യത്ത് പോയി ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് TV-യിൽ കൂടി വിളിച്ചു പറയലല്ല ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമ. തീർച്ചയായും ഇത്തരത്തിലുള്ള സംശയങ്ങളോ വിവരങ്ങളോ കിട്ടിയാൽ അത് രഹസ്യമായിട്ട് ഇവിടുത്തെ രഹസ്യാന്വേഷണ വകുപ്പിനെ അറിയിക്കുകയാണ് ഒരു ഉത്തമ പൗരൻ്റെ ചുമതല. അല്ലാതെ പബ്ലിക്കായിട്ട് TV-യിൽ കൂടി ഇത് പറയുകയല്ല വേണ്ടത്. ഇപ്പോഴതാ ഞാൻ കേട്ടു, ഇന്റർപോളുമായി പോയിട്ട് എത്ര ഇനി അന്വേഷിച്ച് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ആ ന്യൂസ് വരെ ഇന്ന് ചാനലിൽ പറയുന്നു. അതായത് പോലീസ് ഇന്റർപോളിലേക്ക് കൊടുത്തു, ഇനി ഇന്റർപോൾ അന്വേഷിക്കാൻ പോകും. ഇതൊക്കെ ചാനലിൽ കൂടെ അഥവാ ഇനി സുകുമാരക്കുറുപ്പ് ഈ പറയുന്ന ബ്രൂണോയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് കാണുകയല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്?
ഇത്രയൊക്കെ മന്ത്രിമാരുടെ കാറിലും ഒക്കെ കയറി മുങ്ങാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഇൻ്റർപോൾ വരുമ്പോഴൊക്കെ അവിടുന്ന് അധികം സ്ഥലം വിടില്ലേ? അപ്പോൾ ഇത് പിടിക്കലാണോ ഉദ്ദേശം? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഈ ജനങ്ങളെ വിഡ്ഢികളിപ്പിക്കുന്ന ഈ പരിപാടി ഇനിയെങ്കിലും ഈ ഭരണകർത്താക്കളും ഇത്തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളും കൂടിയിട്ടുള്ള ഈ ഒത്തുകളി ഇവിടെ നിർത്തിയാലേ ഈ സമൂഹം നന്നാവുകയുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട.